ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് അപ്പം ഇന്നോടി തുടങ്ങാല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് താരകല്യാൺ. എല്ലാവർക്കും അറിയാമല്ലോ താരകല്യാണിനെ പറ്റിയിട്ട്. സൗഭാഗ്യ വെങ്കടേഷ് മകളാണ്, അർജുൻ മരുമകനാണ്, നല്ലൊരു ഫാമിലി. അപ്പോൾ കഴിഞ്ഞ ദിവസം താരകല്യാണിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഡാൻസ് പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ വീഡിയോസാണ് താരകല്യാണിൻ്റേതായിട്ട് പുറത്തു വന്നത്. അപ്പം അറിയാലോ നമ്മുടെ മീഡിയക്കാരിൽ ഇതുപോലത്തെ കുട്ടി കുറുമ്പന്മാർ കൂടുതലാണ്. കുറുമ്പന്മാരെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേറ്റത്തെ കുറുമ്പന്മാരാണ്. അവരിതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവരങ്ങ് എടുത്തിടും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്താലാണ്. മീഡിയക്കാർക്കിടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കൊച്ചു 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 കുറുമ്പുകൾ നമുക്ക് ആവാം, പക്ഷെ കുറുമ്പുകൾ അതിര് വിട്ടാൽ എന്ത് ചെയ്യും? അതുപോലൊരു കാര്യമാണ് താരകല്യാണിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇവരുടെ മരുമകൻ തന്നെ ഉണ്ടാക്കിയ, മരുമകൻ എന്ന് പറയുമ്പോൾ അറിയാലോ മകന്റെ ഒരു സ്ഥാനത്താണ്. അതിനു മുമ്പ് താരകല്യാണിന്റെ ശിഷ്യനായിരുന്നു. ആ ശിഷ്യനോടുള്ള വാത്സല്യം കൊണ്ടാണ് അവര് ആ ഒരു അർജുൻ എന്ന് പറയുന്ന ആളെ മകളുടെ ഭർത്താവ് വരെ ആക്കിയത്. അത്രത്തോളം ഒരു ഗുരു ശിഷ്യ ബന്ധമാണ് താരകല്യാണും അർജുനും തമ്മിലുള്ളത്. അതിനുപരി ഇപ്പം മരുമകനാണ്. മരുമകൻ എന്ന് പറയുമ്പം മകന്റെ സ്ഥാനത്താണ്. ഒരു മകനാണത് കാണിച്ചിരുന്നെങ്കിൽ ആരൊന്നും പറയത്തില്ല അല്ലേ. അപ്പൊ ഇവിടെ കുറെ സദാചാരക്കാരുണ്ട്. ഇവര് ആവശ്യമുള്ളതിനൊന്നും പ്രതികരിക്കില്ല. എനിക്ക് താരകല്യാണിന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് ഒരു അമ്മ മകൻ ബന്ധത്തെ കുറിച്ച് മാത്രമാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള അതൊരു അമ്മയും മകനുമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ. എന്ത് സ്നേഹമായിരിക്കും അവിടെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. അവിടെ മരുമകൻ എന്ന രീതിയിൽ, സൗഭാഗ്യയുടെ ഭർത്താവ് എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിനു മുമ്പും ഇതുപോലൊരു വിഷയത്തിലാണ് താരകല്യാൺ വളരെ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു തവണ ഒരു ലൈവൊക്കെ വരികയുണ്ടായി, കരഞ്ഞുകൊണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് കാണുന്നവർക്കും വളരെ വിഷമം തോന്നുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് താരകല്യാണിന് ഇത്തരത്തിൽ കരഞ്ഞു ബഹളം വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്ന് കാര്യങ്ങൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് ആ ഫാമിലി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ താരകല്യാണിന്റെ ഭാഗത്ത് ഈ പ്രാവശ്യം ഒരു തെറ്റില്ല. അവരത് പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിൽ കൂടിയും മരുമകന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കവളത്ത് കടിക്കുക എന്നുള്ളൊരു സംഭവം അമ്മ എന്നൊരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അമ്മയും മകനും എന്ന രീതിയിൽ സങ്കല്പിക്കുമ്പോൾ അത് എന്താ പറയുക, അത്രത്തോളം സ്നേഹമാണ് അവർ തമ്മിൽ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുക. പക്ഷെ ഇവിടെ മരുമകൻ എന്ന ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് ആവശ്യമില്ലാത്ത കമന്റുകളൊക്കെ വരുന്നതില്ലേ. എന്തിനാണ് അമ്മയ്ക്ക് കരയേണ്ട ആവശ്യം വന്നത്? സൗഭാഗ്യം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. കാരണം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലായിരിക്കും എല്ലാവരും എടുക്കുക. അപ്പൊ അത് സ്വയം മനസ്സിലാക്കണം. താൻ മുഖാന്തരം തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്ത് കാണുന്ന അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആ സ്ത്രീക്ക് ഇതുപോലെ കരയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന രീതിയിൽ മരുമകൻ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പബ്ലിക് സ്ഥലത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ മീഡിയക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അന്നത്തേക്കുള്ളത് ആയി. കാരണം ഇത്തരം സംഭവങ്ങളാണ് മീഡിയക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് രേണുവിൻ്റെ ആ ഒരു സാരി കുറച്ച് മാറിപ്പോയപ്പോൾ ഒരു ഷോട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് പബ്ലിക്കിലിട്ട ആളുകളാണ് മീഡിയക്കാർ. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരുപാട് എവിടെ തുണി മാറുന്നോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും കാണിക്കുന്നോ അതവർ കൃത്യമായിട്ട് പിടിച്ച് എടുക്കും. നമുക്ക് പറ്റാത്ത ദിവന്മാർക്കൊക്കെ പറ്റുന്നുണ്ടല്ലോ. കാരണം പലരും പല മൈൻഡുകളാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വീഡിയോസുകൾ വരിക, ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ചില മീഡിയക്കാർ എവിടെ എന്തെങ്കിലും തുണി മാറിക്കിടക്കുന്നുണ്ടോ എന്ന് വരെ അന്വേഷിച്ച് നടക്കുന്നവന്മാരും ഉണ്ട്. പലർക്കും പല മൈൻഡാണ്. അവർക്കിടെ കൺമുമ്പിൽ കാണുന്നത് അവരെടുക്കും. അതിപ്പോൾ ഞാനായാലും എടുക്കും. ചിലപ്പോൾ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിടുന്ന ആ ഒരു മീഡിയക്കാരൻ്റെ മാനസികാവസ്ഥ, ഇതൊരു കുസൃതി അത്രയും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഉദ്ദേശിക്കില്ല.
അത് കാണുന്ന മറ്റുള്ള സദാചാരക്കാരുടെ കണ്ണിലൂടെ അത് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ പെറ്റ തള്ള സഹിക്കില്ല അമ്മാതിരത്തെ കമൻറ്റുകളാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനു മുമ്പും ഇതുപോലത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ആ കുടുംബമാണ്. ഒരു മനോവേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ ആരാണ് കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ഫാമിലി തന്നെയാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം കമന്റ് ഇടുന്നവരെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പബ്ലിക് പ്ലേസിൽ ചെയ്യേണ്ടതുണ്ടോ മനസ്സിലാക്കേണ്ടത് മരുമകനാണ്, അല്ലാതെ മകളോ ജനങ്ങളോ അല്ല. മരുമകൻ മനസ്സിലാക്കുക. പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഇത്തരം പോലത്തെ ഒരു കുസൃതികൾ ഒപ്പിക്കുമ്പോൾ അവനത് കുസൃതി ആയിരിക്കാം, പക്ഷെ കാണുന്നവർക്ക് അതൊരു കുസൃതിയായിട്ട് ചിലപ്പോൾ കാണാൻ അംഗീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ ആ ഒരു ഇതാണ് ഈ കമന്റുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം താരകല്യാണം അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് അവരുടെ ആ ഒരു വീഡിയോയിൽ വ്യക്തമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മറ്റുള്ള ഒരാളെ ഇട്ട് കൊടുക്കുമ്പോൾ വേദനിക്കുന്നത് സ്വന്തം അമ്മ തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കേണ്ടത് ഈ മരുമകൻ തന്നെയാണ്. ഈ ഒരു കവിളിൽ കടിക്കുന്നതിന് മുമ്പ് ഈ മരുമകൻ മീഡിയക്കാരെ ഒരു നോട്ടമുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 വട്ടം അവൻ ഫ്രണ്ടിലോട്ട് നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി തന്നെയാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അർജുനോടാണ് പറയാനുള്ളത്, ചെയ്യരുത്, നിങ്ങൾ വീട്ടിൽ ചെയ്തോളൂ, പക്ഷെ പബ്ലിക്കിന് മുമ്പിൽ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്വന്തം അമ്മ തന്നെയാണ് ഇതിൻ്റെ പേരിൽ വേദനിക്കാൻ പോകുന്നത്. ആ ഒരു കവിളത്ത് കടിക്കുന്നതിന് മുമ്പ് 2 വട്ടം അവൻ ക്യാമറയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, മീഡിയാസാണ്, അവരെയാണ് നോക്കുന്നത്. അവരെ നോക്കിയിട്ട് എന്നാ നിനക്ക് ഞാൻ ഇപ്പം വിട്ട് തരാടാ എന്നുള്ള രീതിയിലാണ് ആ കവിളത്ത് കടിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഗോസിപ്പ് വരട്ടെ, അല്ലെങ്കിൽ മീഡിയക്കാർക്കുള്ളത് ഇപ്പം അതായത് അവർ നോക്കുമ്പോൾ ഒരു 10-30 ക്യാമറകളും ഫോണുകളും ഇവർക്ക് ചുറ്റും ഉണ്ടാവും. അപ്പം അവർക്കുള്ളത് ഇപ്പം തരാടാ എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിക് പ്ലേസിൽ ചെയ്യാണ്ടിരിക്കാൻ ഫാമിലി ശ്രദ്ധിക്കുക എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് മീഡിയ പേഴ്സണെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കമൻ്റ് ഇടുന്നവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കമൻ്റ് ഇടുന്നവർ അവരുടെ ആ ഒരു വീഡിയോയിൽ എന്താണോ കാണുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ കമൻ്റ് ഇടുള്ളൂ. മീഡിയക്കാരാണെങ്കിലോ അവർക്ക് വേണ്ടത് ഇതുപോലത്തെ കുസൃതികളും തുണി പൊക്കണതും കാര്യങ്ങളും ഒക്കെയാണ്. അതവർ എവിടെയുണ്ടോ അവർ സൂം ചെയ്ത് പിടിക്കും. നമുക്കറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പം അതിലും മീഡിയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മൾ മീഡിയക്കാർക്ക് പൊതുജനങ്ങൾക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ.